നല്ല സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് ഒന്നെന്ന് അറിഞ്ഞുകൂടാ. കുറേ സോഷ്യൽ മീഡിയ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ അടിപൊളിയായിട്ടുണ്ട്, ശരിക്കും കണ്ടുകൊണ്ടിരിക്കാം. നല്ല മൂവി ആദ്യമേ മൂന്നാമത് പുള്ളി എടുത്താൽ മതിയായിരുന്നു കേട്ടോ. അറിയാമോ 3 ഇവർ 2 ആയിട്ട് ഇറക്കാൻ മതിയായിരുന്നു എന്നാണ് തോന്നുന്നത്. നല്ല മൂവിയായിരുന്നു ഇന്ത്യൻ ഫസ്റ്റ്. അതിനിങ്ങനെ നശിപ്പിക്കുന്നത് ഞാൻ കരുതിയില്ല. അടുത്ത 25 കാണാം, അടുത്ത ഷോ. ശങ്കർ സംവിധാനം ചെയ്ത് കമലഹാസൻ നായകൻ എത്തിയ ഇന്ത്യൻ്റെ രണ്ടാം ഭാഗം ഇന്ത്യൻ 2 റിലീസ് രണ്ടാം ദിവസം. ആദ്യ ദിവസം സിനിമയ്ക്ക് അത്ര നല്ല റിപ്പോർട്ടല്ല, കാരണം ഒരു എക്സ്പെക്ടേഷൻ കൂടിയോണ്ടായിരിക്കാം. അപ്പോൾ രണ്ടാം ദിവസം ഈ റിപ്പോർട്ടെല്ലാം അറിഞ്ഞും അറിയാതെ ധാരാളം പ്രശ്നമായിരുന്നു. അവരോട് ചോദിച്ചു നോക്കാം സിനിമ എങ്ങനെയാണെന്നുള്ളത്. സിനിമ നല്ല സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് ഒന്നെന്ന് അറിഞ്ഞുകൂടാ. അതെ, കംപ്ലീറ്റ് നെഗറ്റീവ് റിവ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല സജഷനൊക്കെയാണ് പറയുന്നത്. നല്ല സിനിമയാണ്. ഈ കാലത്ത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു ഇതും കൂടെയാണ്. അത് എന്തുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് വന്നത് ഇപ്പോഴും മനസ്സിലാകണില്ല. നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ്. കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്, കുറേ ഇടയ്ക്കിടയ്ക്ക് ലാഗാകുന്നുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അതല്ലാതെ പടം നല്ല പടമാണ്, നല്ല മെസ്സേജ്. മൂവി ആദ്യമേ മൂന്നാമത് പുള്ളി എടുത്താൽ മതിയായിരുന്നു കേട്ടോ. ചുമ്മാ ആവശ്യമില്ലാതെ രണ്ടാമത് എടുത്തതായിപ്പോയി. മഹാ ബോറായിരുന്നു. പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല, മൊത്തം നെഗറ്റീവേ ഉള്ളൂ. പക്ഷെ ആദ്യമേ അങ്ങ് മൂന്നാമത് പാർട്ട് എടുത്തിരുന്നെങ്കിൽ ആ ട്രെയിലർ, ഇനിയിപ്പോൾ ഇതും ട്രെയിലർ കൊള്ളായിരുന്നല്ലോ. അതേ ഉള്ളൂ. കൊള്ളാം കേട്ടോ, നന്നായിരിക്കുന്നത്. ഇല്ല, അറിയാവുന്ന നല്ല സൂപ്പർ ഫിലിമാണ്, കണ്ടുകൊണ്ടിരിക്കുക. കൊള്ളാം, നന്നായിരിക്കുന്നു. കമലഹാസൻ്റെ സെക്കൻഡ് കൊള്ളാം. ഓക്കെ. ഇന്ത്യൻ എനിക്ക് അത്ര വർക്കായില്ല പടം. എക്സ്പെക്ടേഷൻ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അത് അത്ര പോരായിരുന്നു. അപ്പോൾ സിനിമ കണ്ടപ്പോഴത്തേക്ക് അത് അത്ര പോരാ. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ 3 ഇവർ 2 ആയിട്ട് ഇറക്കാൻ മതിയായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ട്രെയിലർ കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ എന്താ പറയുക, ചുമ്മാ ഒരു തെലുങ്ക് പടത്തിനേക്കാളും മോശമായിരുന്നു. നല്ല മൂവിയായിരുന്നു ഇന്ത്യൻ ഫസ്റ്റ്. അതിനിങ്ങനെ നശിപ്പിക്കുന്നത് ഞാൻ കരുതിയില്ല. നല്ല ഞാൻ റെസ്പോൺസ് കണ്ടിട്ട് തന്നെ വന്നേ. എന്തായാലും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഓക്കെ ആയില്ല, ഒട്ടും വർക്കായില്ല. എന്താ പറയുക, നമ്മൾ കുറേ സോഷ്യൽ മീഡിയ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ അടിപൊളിയായിട്ടുണ്ട്, ശരിക്കും കണ്ടുകൊണ്ടിരിക്കാം. നല്ലൊരു സിനിമ. കാരണം ഓവറോൾ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ പഴയ പോലെ തന്നെയാണ്, സെയിം തീം തന്നെയാണ് കൊണ്ടുപോയേക്കുന്നത്. പക്ഷേ എങ്കിലും ടെക്നിക്കലി ഭയങ്കര രസകരമായി ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു തേർഡ് പാർട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം അത് എൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. ശരിക്കും നമ്മൾ എൻ്റർടൈനിങ് ആണ് സിനിമ. ശരിക്കും കണ്ടുകൊണ്ടിരിക്കാം, ഒട്ടും ബോറടിക്കില്ല. നന്നായിപ്പോയി. ഒത്തിരി നെഗറ്റീവ് റിവ്യൂ കണ്ടു ഞാനത്. പക്ഷേ ഞാനും ഒരു ഡൗട്ട്ഫുള്ളായിട്ട്, പിന്നെ കമൽഹാസൻ ആയതുകൊണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടത്. പക്ഷേ നന്നായിട്ടുണ്ട്, ശരിക്കും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. അയാളുടെ ഈ ഒരു വയസ്സിൽ ഇപ്പം നമ്മൾ മമ്മൂട്ടി ചെയ്യുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് ഇതിനും കൊടുക്കണം, കാരണം അത്രയേറെ നല്ല ആക്ഷൻസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. ടെക്നോളജി വൈസ് ഒത്തിരി ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. AI-യുടെ സപ്പോർട്ട് കൂടി നെടുമുടി വേണുവിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും രസകരമായ സംഭവം. കാരണം ഒരു വ്യക്തി അയാൾ ഇപ്പം ജീവിച്ചിരിപ്പില്ല, പക്ഷേ അങ്ങനെ ഒരു എനിക്കൊന്ന് ആ ഒരു AI ടെക്നോളജി ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്, രസകരമായി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ ആക്ച്വലി പാർട്ട് 2 കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. നല്ല സിനിമയാണ്. കൊള്ളാം, കുഴപ്പമില്ല. അല്ല, ഞാൻ റിവ്യൂ നോക്കിയില്ല. മിക്സഡാണ്, കുറച്ച് ഓവറായിപ്പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. കൊള്ളായിരുന്നു. ഓക്കെ, നോട്ട് ബാഡ്. ഓക്കെ, നോട്ട് അപ് ടു ദ മാർക്ക്. കുഴപ്പമില്ല. ഇന്ത്യൻ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ 2 എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈലാണ്. വളരെ പെർഫെക്റ്റ് ആയിരുന്നു, തീർച്ചയായിട്ടും. കിടിലം പടം. അടുത്ത 25 കാണാം, അടുത്ത ഷോ. അവസാനം കുറച്ചുകൂടെ പഞ്ചിങ് വരായിരുന്നു. ബാക്കിയെല്ലാം അടിപൊളി. അറിയാതെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, അടിപൊളി പടം. ഇഷ്ടപ്പെടാൻ നല്ല സ്റ്റോറി തീമാണ്. ഇല്ല, ഞാൻ കണ്ടില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കുഴപ്പമില്ല, ഒന്നുമില്ല. പടം വേസ്റ്റ് സാർ, ഇല്ല, ഇതുമില്ല. അത്രയ്ക്ക് കൊള്ളൂല. ശങ്കർ എഫക്ട് സൂപ്പർ.
ആ പിന്നെ കൊള്ളാം